നമ്മുടെ അടുത്ത് കുറേ ആളുകൾ ചോദിക്കാറുള്ള ഒരു കാര്യമാണ് വരയ്ക്കുന്ന വീഡിയോ ചെയ്യാൻ പറ്റുമെന്ന്. നമുക്ക് സമയം ഉള്ള ടൈമിൽ ഇത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. എപ്പോഴും നമുക്ക് ചെയ്യാനൊന്നും ചിലപ്പോൾ പറ്റില്ല. കാരണം വർക്കിംഗ് സൈറ്റിലൊന്നും ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഇന്ന് നമ്മൾ ജലദോഷവും പനിയൊക്കെ പിടിച്ചിരിക്കുന്നതുകൊണ്ട് നമ്മുടെ വീട്ടിലൊരു ഡോറിൻ്റെ സൈഡിലാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു ഡിസൈൻ അത് ചെയ്യുന്നത് ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ്. കാരണം വളരെ ചെറിയൊരു ബ്രഷാണ്. ഇങ്ങനത്തെ ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് വർക്കിംഗ് സൈറ്റിലൊന്നും പോയിട്ട് പെട്ടെന്ന് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്യാനുള്ള കാരണം ആർട്ടിസ്റ്റ് പരമായിട്ടുള്ള ആളുകളൊക്കെ ഒരുപാട് നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്. അവർക്ക് ചിലപ്പോൾ ചെറിയ ഭാഗങ്ങളിലൊക്കെ വരയ്ക്കാനായിട്ട് ആവശ്യം വരികയും ചെയ്യും. പക്ഷേ ചില ആളുകൾക്ക് ഇത് വരയ്ക്കാൻ അറിയില്ല. അപ്പോൾ എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ അതിനെന്തൊക്കെ വേണം? അതിന് വേണ്ടത് ഇതാ ഈ ഒരു പെയിൻറ്റ്. ഇത് നമുക്ക് വെയിലടിക്കുന്നതുകൊണ്ടാണ് കാണാത്തത്. ഇത് സാറ്റിൻ ബ്രൗൺ പെയിൻ്റാണ്. ഇത് ഏത് കമ്പനിയുടെ വേണമെങ്കിലും മേടിക്കാം. ഒരു കമ്പനിയുടെ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുമെന്ന് ഉള്ള കാര്യമൊന്നുമില്ല. പിന്നെ ബ്രഷ്, ഇത് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങളുടെ സ്പീഡിനൊക്കെ അനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്താം. പിന്നെ വേണ്ടത് ടർപ്പൻറ്റ്. ഇതിലെടുത്തിരിക്കുന്നത് ഒരു ഫാസ്റ്റ് ഡ്രൈയിങ് ടർപ്പൻ്റാണ്. പിന്നെ ഇവിടെ നമ്മൾ കുറച്ച് പെയിൻറ്റ് എടുത്തിട്ടുണ്ട്. ഈ ബ്രൗൺ പെയിൻറ്റ് ഇതാ, ഇത്രയേ ഉള്ളൂ. ഇതൊന്നും ആവശ്യമില്ല. ഒരു 2 ഡ്രോപ്പ് പെയിൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു വാതിലിൻ്റെ പകുതിയൊക്കെ വരയ്ക്കാം. അപ്പോൾ ഡിസൈൻ വരയ്ക്കാനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു യെല്ലോ കളർ അടിക്കുക. അതല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഏത് മരത്തിൻ്റെ കളറാണോ വേണ്ടത് ആ കളർ അടിക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ അതും നമ്മൾ സെലക്ട് ചെയ്യണം. ഇപ്പോൾ നമ്മൾ വരയ്ക്കുന്നത് തേക്കിൻ്റെ ഡിസൈനൊന്നുമല്ല, ഒരു വുഡിൻ്റെ മേലെ കൊടുക്കാൻ പറ്റുന്ന വുഡ് ഗ്രെയിൻസ് എന്ന് പറയാം. അത് ഏത് വുഡിൽ വേണമെങ്കിലും ഉണ്ടാവാം. പിന്നെ അത് തേക്ക് വേണോ വീട്ടി ആക്കണോ അതല്ല ഇതിനെ പൈൻ വുഡ് ആക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത് നമ്മളാണ്. കാരണം നമുക്ക് ഇഷ്ടമുള്ള കളറുകൾ ഇതിൻ്റെ മുകളിൽ ക്ലിയറിൽ ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് ഇഷ്ടമുള്ള മരമാക്കിയിട്ട് മാറ്റാം. പിന്നെ നമ്മൾ വരയ്ക്കുന്ന ഡിസൈനുകളിൽ വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ നമുക്ക് ആ മരത്തിനെ നമുക്ക് ഇഷ്ടമുള്ള മരമാക്കിയിട്ടും മാറ്റാം. കാരണം ഗ്രെയിൻസിൻ്റെ ഷേപ്പുകളൊക്കെ മാറ്റിയിട്ട് വരയ്ക്കുന്ന ഒരു രീതിയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത്. അപ്പോൾ ചില ആളുകൾ ചിലപ്പോൾ ഈ വീഡിയോസൊക്കെ കാണുമ്പോൾ ഇതാണോ തേക്കിൻ്റെ മരം, ഇങ്ങനെയാണോ തേക്കിൻ്റെ ഡിസൈൻ എന്നൊക്കെ പറയും. തേക്കിനും ഒരുപാട് ഡിസൈൻ ഉണ്ട്. തേക്കിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പഠിച്ചു തീർക്കാനൊന്നും പറ്റുന്ന ഡിസൈനൊന്നും അല്ല. കാരണം ആയിരക്കണക്കിന് രീതിയിലുള്ള ഡിസൈനുകൾ തേക്കിൻ്റെ മുകളിലുണ്ടാവും. അപ്പോൾ എന്ത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളതുപോലെ ചെയ്യാം. പക്ഷേ ഒരു നോർമൽ വുഡ് ഗ്രെയിൻസ് എന്ന് പറയുമ്പോൾ ഈ രീതിയിലൊക്കെ ചെയ്ത് ഇതിനെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലോട്ട് മാറ്റിയെടുക്കുന്നത് അത് വർക്ക് ചെയ്യുന്ന ആളുടെ കഴിവും അയാളുടെ ഐഡിയയ്ക്കും അനുസരിച്ചാണ്. ഇതിപ്പോൾ അറിയാത്ത ആളുകൾക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സിമ്പിളായിട്ട് ഏതൊരു ചിത്രം വരയ്ക്കാൻ അറിയുന്ന അല്ലെങ്കിൽ ചെറുതായിട്ട് ബ്രഷൊക്കെ പിടിക്കാൻ അറിയുന്ന ഒരു കുട്ടിക്ക് വരയ്ക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിച്ചു തരുന്നത്. ഒരുപാട് പേര് നമ്മോട് ചോദിക്കാറുണ്ട് എന്താണ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് സിമ്പിളായിട്ട് നമുക്ക് നാട്ടിൽ കിട്ടുന്ന മെറ്റീരിയൽസ് വെച്ച് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു രീതി. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് കുറേ സുഹൃത്തുക്കൾ നമുക്ക് കമൻ്റ് അയക്കാറുണ്ട്. അവർ മുന്നേ വരച്ചിരുന്നതിലൊക്കെ മാറ്റം വരുത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. അവർക്ക് തന്നെ പഴയ വരകളും ഇപ്പോൾ വരയ്ക്കുന്ന വരകളൊക്കെ നോക്കുമ്പോൾ വളരെയധികം വ്യത്യാസമുണ്ട് എന്ന് അവർ തന്നെ നമ്മളോട് കമൻറ്റൊക്കെ ആയിട്ടും വാട്സപ്പിൽ മെസ്സേജൊക്കെ ആയിട്ട് പറയാറുണ്ട്. എന്നിട്ട് അവർ ഫോട്ടോസൊക്കെ അയച്ചു തരാറുണ്ട് ചിലർ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ചെയ്യാനായിട്ടുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത് ഇതുപോലുള്ള ആളുകൾ തന്നെയാണ്.